നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർതൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വളരെയധികം വേദനയുളവാക്കുന്നു. മാത്രമല്ല നടുക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാക്കോത്ത് വീട്ടിൽ ഷാരോന്റെ ഭാര്യ അർച്ചനയാണ് മരിച്ചത്. 20 വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ വീടിനു പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം പുറത്തേക്ക് ഓടിയതാകാം എന്നാണ് നിലവിലെ നിഗമനം. എന്നാലും സംഭവത്തിൽ ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഷാരോണിന്റെ സഹോദരിയുടെ കുട്ടിയെ അങ്കണവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ ഷാരോണിന്റെ അമ്മ അങ്കണവാടിയിലേക്ക് പോയ സമയത്തായിരുന്നു അർച്ചന കടുങ്കൈ ചെയ്തത് എന്നാണ് നിഗമനം. തിരിച്ചു വന്നപ്പോൾ, അതായത് കുട്ടിയും കൂട്ടി തിരിച്ചു വന്നപ്പോഴാണ് അർച്ചനയെ മരിച്ച നിലയിൽ ഷാരോണിന്റെ അമ്മ കണ്ടെത്തുന്നത്. വ്യാഴാഴ്ച, അതായത് ഇന്ന് രാവിലെ ഫോറൻസിക് വിദഗ്ധരെത്തും. അവർ ഈ ഒരു പരിശോധനയൊക്കെ നടത്തിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. പ്രണയത്തിലായിരുന്ന ഷാരോണും അർച്ചനയും 6 മാസം മുൻപായിരുന്നു വിവാഹിതരായത്. അർച്ചന ഭർതൃവീട്ടിൽ മാനസികവും ശാരീരികവുമായ പീഡനം നേരിട്ടുവെന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിൽ ഇവർ പരാതി നൽകി. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. വരന്തരപ്പള്ളി മാട്ടുമലയിൽ അർച്ചനയാണ് ഈ കടുങ്കൈ ചെയ്തിരിക്കുന്നത്. ഗുരുതര ആരോപണമാണ് കുടുംബം ഭർത്താവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഭർത്താവ് ഷാരോൺ അർച്ചനയെ കൊന്നതാണ് എന്നാണ് അർച്ചനയുടെ പിതാവ് ഹരിദാസിന്റെ ആരോപണം. മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു അർച്ചന. സംശയത്തിന്റെ പേരിൽ ഷാരോൺ അർച്ചനയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഫോൺ ഉപയോഗിക്കാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല എന്നും കുടുംബത്തിന്റെ ആരോപണം. 6 മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല വിവാഹത്തിന്. അതുകൊണ്ട് തന്നെ ഷാരോണിനൊപ്പം അർച്ചന ഇറങ്ങിപ്പോയി. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അർച്ചനയെ ഷാരോൺ ഉപദ്രവിക്കാൻ തുടങ്ങി. അർച്ചന പഠിക്കുന്നതിൽ ഷാരോണിന് താല്പര്യമില്ലായിരുന്നു. ഒരിക്കൽ കോളേജിന് മുൻപിൽ വെച്ച് പോലും ഷാരോൺ അർച്ചനയെ മർദ്ദിച്ചിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. സംഭവം കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ കണ്ടു. ഇതിനെ തുടർന്ന് അർച്ചനയുടെ വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആ സമയത്ത് കുടുംബം കേസ് കൊടുത്തെങ്കിലും ഷാരോണിനെ പിരിയാൻ അർച്ചന തയ്യാറായില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ അർച്ചനയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. കുടുംബം ഷാരോണിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. എന്നാൽ ക്രമേണ ഷാരോൺ ഫോൺ എടുക്കാതായി. 6 മാസങ്ങൾക്ക് മുൻപായിരുന്നു അർച്ചനയോട് അവസാനമായി സംസാരിച്ചതെന്നും കുടുംബം വ്യക്തമാക്കുകയാണ്. എന്തായാലും ഭർതൃവീട്ടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിനകത്ത് വെച്ച് തീ കൊളുത്തിയപ്പോൾ അവിടേക്ക് ഓടിയതാകാം എന്നാണ് നിലവിലെ നിഗമനം. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ അർച്ചന ദേഹമാസകലം തീ പടർന്നതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി പുറകുവശത്തെ കാനയിൽ ചാടിയതാകാം എന്നാണ് നിലവിലെ നിഗമനം. സംഭവ സമയത്ത് അർച്ചന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭർതൃമാതാവ് പേരക്കുട്ടി അങ്കണവാടിയിൽ നിന്ന് വിളിക്കാനായി പോയതായിരുന്നു. എന്തായാലും നിലവിൽ ഭർത്താവ് ഷാരോൺ കസ്റ്റഡിയിലാണ്. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തും. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അസ്വാഭാവികതയുണ്ടോ, മകളെ കൊന്നതാണ് എന്ന് പിതാവ് ആരോപിക്കുന്നു, അത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഷാരോണിന്റെ മാതാവ് രജനിക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു പോലീസ്. മരിച്ച അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് കേസ്. അർച്ചനയെ ഷാരോൺ മർദ്ദിച്ചിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.